നമസ്കാരം. ഒടുവിൽ ട്രംപ് മുട്ടുമടക്കിയിരിക്കുന്നു. അമേരിക്ക മൊത്തത്തിൽ ഇതോടെ വളഞ്ഞിരിക്കുകയാണ്. സംഭവം വിശദീകരിക്കാം. വിദേശ വ്യാപാര പങ്കാളികൾക്ക് മേൽ പുതുതായി ചുമത്തിയ താരിഫുകളിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് അമർഷമുണ്ടാകുമെന്നും എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി പുനഃസ്ഥാപിക്കാൻ ഈ നടപടികൾ ആവശ്യമാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ശത്രുക്കളാകുന്ന രാജ്യങ്ങളെല്ലാം ഒരിക്കൽ അമേരിക്കയ്ക്കെതിരെ ഒന്ന് തിരിഞ്ഞാൽ അത് അമേരിക്ക അതുവരെ നേരിട്ടതിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും വീണ വിള്ളലുകളൊന്നും ഇനി ട്രംപിന് മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. മുന്നോട്ട് ഈ സഖ്യകക്ഷികളെ പിണക്കാതെ പോകുന്നതായിരിക്കും ട്രംപിന്റെ ഭാവിക്ക് നല്ലത്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വൈറ്റ് ഹൗസിൽ കാലുകുത്തിയത് മുതൽ ലോകം കണ്ടത് ഒരു വാണിജ്യ വ്യാപാര യുദ്ധം തന്നെയാണ്. എണ്ണിയാൽ തീരാത്തത്ര സമ്പത്ത് കയ്യിലുണ്ടെന്ന അഹങ്കാരമാണ് അമേരിക്ക ഇപ്പോൾ ഓടി നടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്ന് വ്യക്തവുമാണ്. കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ തന്നെയാണ് അമേരിക്ക തന്റെ താരിഫ് യുദ്ധത്തിന്റെ ഇരകളാക്കിയതെന്നാണ് അതിലും വലിയ രസം. സ്വന്തം കാര്യം നടപ്പിലാക്കാൻ എന്തും ചെയ്യുന്ന അമേരിക്ക ആരെയും പിണക്കാൻ മടിക്കില്ലെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. കൂടെ നിന്നവർ തന്നെ രക്ഷയില്ലെന്ന് കണ്ട് കൂറുമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. കാനഡയും മെക്സിക്കോയും ജർമ്മനിയും എല്ലാം കർശനമായി തന്നെ ട്രംപിന്റെ അഹന്തയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. പണി തന്നാൽ അടങ്ങിയിരിക്കില്ലെന്ന് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ തന്നെ തീരുമാനം. അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ ഇവരെല്ലാം നിൽക്കുമെന്ന് കരുതി ട്രംപിന് പക്ഷെ തെറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എടുത്ത തീരുമാനങ്ങളിലെല്ലാം ഒരു മയം വരുന്നതാണ് നല്ലതെന്ന് ഇപ്പോൾ ട്രംപിന് നല്ല രീതിയിൽ ബോധ്യമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ഉത്തരവ് ഒരു മാസത്തേക്ക് നിർത്തിവെച്ചതായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം എടുത്തത്. ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്നും ട്രംപ് അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് കടത്തും അനധികൃത കുടിയേറ്റവും തടയാൻ ഇരു രാജ്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലെന്നും അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്താൻ രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ അമേരിക്കക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ചെയ്യുന്നത്. വരുന്ന ഒരു മാസത്തിനിടെ മെക്സിക്കോയും കാനഡയുമായി മെച്ചപ്പെട്ട കരാർ ചർച്ച ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് കാനഡ എന്തായാലും ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്താനായി 1.3 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ പദ്ധതി നടപ്പാക്കുമെന്ന് ട്രൂഡോ വ്യക്തമാക്കി. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ മെക്സിക്കോ അതിർത്തിയിൽ 1 ലക്ഷം സൈനികരെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ക്ലോഡിയ അറിയിക്കുകയും ചെയ്തു. മെക്സിക്കോയിലേക്ക് അമേരിക്കയിൽ നിന്ന് തോക്ക് കടത്തുമെന്ന് തടയാൻ നടപടിയെടുക്കാമെന്നും ട്രംപ് ഉറപ്പു നൽകിയെന്നും മെക്സിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% താരിഫും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവയും ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് പലർക്കും ട്രംപ് ഇതേ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ അതിൽ ട്രംപിനെ പേടിച്ചിരിക്കില്ലെന്നും തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും ജർമ്മൻ വൈസ് ചാൻസലറും സാമ്പത്തിക മന്ത്രിയുമായ റോബർട്ട് ഹാബെക്ക് അറിയിച്ചിരുന്നു. തങ്ങൾക്കും തിരിച്ചടിക്കാൻ അറിയാമെന്നും അത് അമേരിക്കക്കാർ അറിഞ്ഞിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വരാനിരിക്കുന്ന ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഹാബെക്ക് ഇറക്കുമതി തീരുവ യൂറോപ്യൻ കയറ്റുമതിക്കാർക്ക് മാത്രമല്ല അമേരിക്കൻ കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും ബാധകമാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്കും ചിലതൊക്കെ നഷ്ടപ്പെടാനുണ്ടെന്ന് അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെയും ജർമ്മൻ കമ്പനികളെയുമാണ്. യൂറോപ്പിനുള്ളിൽ അമേരിക്കയുമായി ഏറ്റവും വലിയ വ്യാപാര ബന്ധമുള്ളത് ജർമ്മനിക്കാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ നീക്കത്തെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ജർമ്മനിക്ക് മുന്നറിയിപ്പ് നൽകി.